പിതാവേ, ഞാനൊരു പൂ ഇർത്തോട്ടെ? വേണ്ട മകനെ, ആദ്യമായി പൂത്ത പൂക്കളല്ലേ, ഒരു രാത്രിയെങ്കിലും അത് ആ ചെടിയിൽ തന്നെ നിന്നുകൊള്ളട്ടെ. നാളെ പ്രഭാതത്തിലും നമുക്കിത് കാണാം. മാത്രമല്ല, നമ്മുടെ പൗരജനങ്ങൾക്കും ഇത് കാണാൻ കൗതുകമുണ്ടാവും. വർഷങ്ങളായി നമ്മളെപ്പോലെ അവരും കാത്തിരിക്കുകയല്ലേ ഈ ചെടി പൂവിട്ട് കാണാൻ. എങ്കിലീ പൂക്കൾ ഈ ചെടി തന്നെ നിന്നോട്ടെ, എനിക്ക് പ്രയാസമില്ല. നല്ല കുട്ടി, വേണമെങ്കിൽ തൊട്ടു നോക്കിക്കോളൂ, പറിക്കാതിരുന്നാൽ മതി. വേണ്ട പിതാവേ, കാഴ്ചയെക്കാളും സ്പർശനത്തെക്കാളും വലുതല്ലേ ഈ സുഗന്ധം. അത് ആവോളം ആസ്വദിക്കാനാകുന്നുണ്ടല്ലോ, അത് മതി. എങ്കിൽ നമുക്ക് കൊട്ടാരത്തിലേക്ക് പോവാം. ഈ സുഗന്ധം കൊട്ടാരത്തിലിരുന്ന് നമുക്ക് ആസ്വദിക്കാം. അതെ, പോകാം. നമുക്ക് രാവിലെ തന്നെ വരാം. പോകാം. പിതാവേ, ചെടിയിൽ പൂവൊന്നും കാണുന്നില്ലല്ലോ. പൂ കാണുന്നില്ലെന്നോ? പൂക്കളൊക്കെ എവിടെ പോയി? ഇനി വാടി വീണുപോയോ? നിലത്ത് നോക്ക്. ഇല്ല പിതാവേ, ഇവിടെ എങ്ങും ഇല്ല. ഇല്ലെന്നോ? ആരെവിടെ? വസന്തനെ മുഖം കാണിക്കാൻ പറയൂ. മഹാരാജാവിന് പ്രണാമം. 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 ഈ സ്വർഗീയ ദാരുവിലെ പൂക്കൾ എവിടെ? ഇല്ല മഹാരാജൻ, സ്വർഗീയ ദാരുവിൽ പൂക്കൾ ഉണ്ടായിരുന്നില്ല. അടിയൻ ഇന്നലെ പോകുമ്പോഴും ഇന്ന് വരുമ്പോഴും അങ്ങനെ തന്നെയായിരുന്നു. ഓഹോ, അപ്പോൾ ഇതിൽ പൂ പൂത്തതും അതിന്റെ മണം വരുന്നതും അത് മോഷ്ടിക്കപ്പെട്ടതും നീ അറിഞ്ഞില്ല അല്ലേ? പൂ പൂത്തുന്നു? അടിയൻ അറിഞ്ഞിട്ടില്ല. എന്നാൽ അറിഞ്ഞുകൊള്ളൂ, ഇതിലെ പൂക്കൾ മോഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. ഒന്ന് ഓർമ്മിച്ചുകൊള്ളൂ, ഇനിയും ഇതിൽ പൂവിടരും. അത് രാത്രിയിൽ തന്നെ ആയിരിക്കും. അപൂർവങ്ങളിൽ അപൂർവങ്ങളായ പൂക്കൾ. അതും ഇങ്ങനെ കളവ് പോയാൽ തോട്ടക്കാരനായ നീ അതിനു മറുപടി പറയേണ്ടി വരും. മനസ്സിലായോ? മനസ്സിലായി മഹാരാജൻ, അടിയൻ ശ്രദ്ധിച്ചോളാം. ശ്രദ്ധിച്ചാൽ നിനക്ക് നല്ലത്. വരൂ. ഈ ചെടി എന്റെ തലയും കൊണ്ടേ പോവും. രാത്രി ഉറങ്ങുന്നതുവരെ പൂവിന്റെ സുഗന്ധമുണ്ടായിരുന്നു. പക്ഷേ രാവിലെ ഉണർന്നപ്പോൾ ആ സുഗന്ധം പോയി. മണം മാത്രമല്ല മാതാവേ, പൂവ് തന്നെ പോയി. പൂവ് കാണാനില്ലെന്നോ? എവിടെ പോയി? അറിയില്ല മാതാവേ. അത് അന്വേഷിക്കണം. ആരോ മോഷ്ടിച്ചു കൊണ്ടുപോയതാണ്, അത് ഉറപ്പ്. വിദിശാധിപനായ രുക്മാംഗതന്റെ തോട്ടത്തിൽ നിന്നും പൂക്കൾ മോഷ്ടിച്ചെടുക്കാൻ ധൈര്യമുള്ളവർ ഈ വിദിശാ രാജ്യത്തുണ്ടോ? വിദിശയിലുള്ളവരാണോ വിദിശയ്ക്ക് പുറത്തുള്ളവരാണോ പൂക്കൾ മോഷ്ടിച്ചതെന്ന് അന്വേഷിച്ചാലേ അറിയൂ. അയ്യോ, ആ പൂവ് പകൽ വെളിച്ചത്തിലൊന്ന് കാണുവാൻ പോലും സാധിച്ചില്ലല്ലോ. കഷ്ടമായി പോയി. പൂക്കൾ മോഷ്ടിച്ചത് ആരാണെന്ന് അന്വേഷിക്കാൻ കൽപ്പന കൊടുക്കാം. ഇനി പൂ വിരിഞ്ഞു കഴിഞ്ഞാൽ കാവലിന് ഏർപ്പാടാക്കാം. വിഷമിക്കണ്ട, ഇനിയും പൂ വിരിയും. അപ്പോ കാണാം. വരൂ. നല്ല സുഗന്ധം വരുന്നുണ്ടല്ലോ. സ്വർഗീയദാരു പൂത്തിരിക്കുന്നു. നിറയെ പൂക്കൾ. ഹേ കാവൽക്കാരെ, ഓടി വരൂ. സ്വർഗീയദാരു സമൃദ്ധമായി പൂത്തിരിക്കുന്നു. ഓടി വരൂ. എന്താ യജമാനെ, എന്താ വിളിച്ചത്? സ്വർഗീയദാരുവിൽ പൂ വിടർന്നത് കണ്ടില്ലേ നിങ്ങൾ? കണ്ടു യജമാനെ. ഈ സ്വർഗീയദാരുവിന് ചുറ്റുമായി കാവൽ നിൽക്കൂ. നേരം പുലരുവോളം ഒരു നിമിഷം പോലും മയങ്ങരുത്. ഉണർന്നിരിക്കണം. ഓ യജമാനെ. ഞാൻ ചെല്ലട്ടെ, ചെന്ന് മഹാരാജാവിന് വിവരം അറിയിക്കട്ടെ. നിങ്ങൾ ഇവിടെ നിൽക്കൂ. നിങ്ങൾ അവിടെ നിൽക്കൂ. നമ്മൾ വളരെ ജാഗരൂകരായിരിക്കണം, കേട്ടല്ലോ?
മഹാറാണി, സ്വർഗീയ ദാരുവിൽ പൂ വിടർന്നു. സ്വർഗീയ പുഷ്പങ്ങൾ വിടർന്നു മഹാരാജൻ, സ്വർഗീയ പുഷ്പങ്ങൾ വിടർന്നു. അതിവിടെ നേരത്തെ അറിഞ്ഞല്ലോ വസന്ത. ഞാനിങ്ങെത്തും മുമ്പ് അത് പറയാൻ ആര് വന്നു മഹാറാണി? അത് പറയാൻ കാറ്റ് വന്നു. കാറ്റിലൂടെ പുഷ്പസുഗന്ധവും വന്നു. മഹാരാജൻ, അങ്ങയോടും പൂവിടർന്ന കാര്യം കാറ്റുവെന്ന് പറഞ്ഞുവോ? കാറ്റ് അത് വിദിശാനഗരി ആകമാനം വീശി പറയുകയാണ്. അതെയോ മഹാരാജൻ? കാവലൊക്കെ ഭദ്രമല്ലേ? ഓ മഹാരാജൻ. പുലരുവോളം ഉണർന്നിരിക്കണമെന്ന് കാവൽ ഭടന്മാരോട് പറഞ്ഞേൽപ്പിച്ചില്ലേ? സംശയം വേണ്ട മഹാരാജൻ, അവരുണർന്നിരിക്കും. പൊയ്ക്കൊള്ളുക. പുലർച്ചെ ഉദ്യാനത്തിലെത്തണം. കൽപ്പന പോലെ മഹാരാജൻ. രാവിലെ സ്വർഗീയ പുഷ്പം കാണാൻ പോകണം. അവിടുത്തെ അനുമതിയുണ്ടെങ്കിൽ ഞാനും ഒപ്പം വരാമായിരുന്നു. അതിനെന്താ ഇത്ര സംശയം? ഒപ്പം പോന്നുള്ളൂ. കാവൽക്കാരിതെന്താ ബോധം കെട്ടുറങ്ങുന്നത്? അതാണ് അടിയനും മനസ്സിലാവാത്തത്. വരൂ. ഇന്നും പൂക്കൾ മോഷ്ടിക്കപ്പെട്ടു. അടിയൻ സ്വർഗീയ ദാരുവിലെ പൂക്കൾ എവിടെ? അതാണ് അടിയനും മനസ്സിലാകാത്തത്. പൂക്കൾ സംരക്ഷിക്കാൻ നാം നിയോഗിച്ച കാവൽക്കാരെവിടെ? കാവൽക്കാര് ആരെവിടെ? മഹാരാജൻ, എഴുന്നേൽക്ക്. മഹാരാജൻ വന്നു, വേഗം. സുഖമായിട്ട് ഉറങ്ങി അല്ലേ? അടിയൻ ഇവിടെ കിടന്നുറങ്ങാനാണോ നാം നിങ്ങളെ കാവലേൽപ്പിച്ചത്? വാളും കുന്തവും കയ്യിലുണ്ടായിട്ട് കാര്യമില്ല. എവിടെ നാം കാക്കാനേൽപ്പിച്ച സ്വർഗീയ പുഷ്പം? മഹാരാജൻ, ഞങ്ങൾ മനഃപൂർവ്വം ഉറങ്ങിയതല്ല, ഉറങ്ങാൻ ആഗ്രഹിച്ചതുമല്ല. പക്ഷേയോ? എന്തു പക്ഷേ? ഇനി നിങ്ങളെ ആരെങ്കിലും നിർബന്ധിച്ചുറക്കിയതാണോ? സത്യത്തിൽ അങ്ങനെയാണ് സംഭവിച്ചത് മഹാരാജൻ. അർദ്ധരാത്രി കഴിഞ്ഞ സമയത്ത് ആകാശത്ത് ഒരു വലിയ പറവ പ്രത്യക്ഷപ്പെട്ടു മഹാരാജൻ. അത് താണ് വരുന്ന മുറയ്ക്ക് ഏതോ ഒരു വിശിഷ്ട ഗന്ധം പരന്നു. ഒപ്പം മനം മയക്കുന്ന ഒരു സ്വർഗീയ സംഗീതവും കേൾക്കാൻ തുടങ്ങി. പിന്നൊരു വെളിച്ചം. പിന്നെ ഒന്നും ഞങ്ങൾക്ക് ഓർമ്മയില്ല മഹാരാജൻ. സത്യത്തിൽ ഇപ്പോൾ അവിടെ നിന്ന് വിളിച്ചപ്പോഴാണ് ഉണർന്നത്. ആകാശം നിറഞ്ഞു പറക്കുന്ന വലിയ പറവ, വിശേഷ ഗന്ധം, സ്വർഗീയ സംഗീതം, പിന്നൊരു വെളിച്ചം. വീഠികൾ. അടിയൻ ചുമതലകളിൽ വീഴ്ച വരുത്തിയതിന് ഈ കാവൽക്കാർക്ക് ഒരു പക്ഷക്കാലത്തെ കാരാഗ്രഹവാസം വിധിക്കേണ്ടതാണ്. പക്ഷേ ഈശ്വരവിശ്വാസിയായ നാം ഇത് ചെയ്യുന്നില്ല. പോ, നമുക്ക് കാണണ്ട നിങ്ങളെ. അടിയൻ. മഹാരാജൻ, അടിയൻ നിങ്ങളെ കൊണ്ടും നിങ്ങളുടെ കാവൽക്കാരെ കൊണ്ടും ഈ സ്വർഗീയ പുഷ്പങ്ങൾ സംരക്ഷിക്കാനാവില്ല എന്ന് തെളിഞ്ഞു. ഇനി ഈ പൂ വിടരുമ്പോൾ നാം കാവൽ നിൽക്കും. ആരാണ് മോഷ്ടാക്കളെന്ന് അറിയണമല്ലോ. ആകാശത്ത്
വിദിശാ നഗരത്തിന്റെ മഹാറാണിക്ക് പ്രണാമം. പ്രണാമം. ആരാണാവോ? നമുക്ക് മനസ്സിലായില്ല. അടിയൻ അംബാലിക, വിദിശയിലെ ഏറ്റവും പ്രായം ചെന്നയാൾ. ഓ, അംബാലിക മുത്തശ്ശിക്ക് ഈ അരമനയിലേക്ക് സ്വാഗതം. അംബാലിക മുത്തശ്ശിയെക്കുറിച്ച് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. കണ്ടതിൽ സന്തോഷം. മഹാരാജനെ കാണാനാണെങ്കിൽ? ഇല്ല മഹാറാണി, അടിയൻ മഹാരാജാവിനെ കാണാനോ സങ്കടങ്ങൾ ഉണർത്തിക്കാനോ വന്നതല്ല. പിന്നെന്താണാവോ അംബാലിക മുത്തശ്ശിയുടെ ആഗമനോദ്ദേശ്യം? പറഞ്ഞാലും. മറ്റൊന്നുമല്ല മഹാറാണി, അടിയന് അവിടുത്തെ സൽപുത്രനെ ഒന്ന് കണ്ട് വന്ദിക്കണം. അനന്തശായിയായ ഭഗവാൻ നാരായണനുമായി നേരിട്ട് സംവാദിക്കുന്ന ആ കുമാരനോട് 2 വാക്ക് സംസാരിക്കണം. ഓ, ധർമാംഗതനെ കാണാൻ വന്നതാണല്ലേ? ഞാൻ വിളിക്കാം മുത്തശ്ശി. ആ, വന്നല്ലോ. പ്രണാമം മുത്തശ്ശി. പ്രണാമം മഹാപ്രഭു. മോനെ, ഇത് അംബാലിക മുത്തശ്ശി, വിദിശാ നഗരത്തിലെ ഏറ്റവും വലിയ മുത്തശ്ശി. വൈകുണ്ഠത്തിലെത്തി ഭഗവാൻ നാരായണനെ ദർശിച്ച് സായുജ്യമടയണമെന്നുള്ളതാണ് അടിയന്റെ ജന്മലക്ഷ്യം. അതിന് ഈ ജന്മം അവസാനിക്കുന്നതുവരെ കാത്തിരിക്കണം. എന്നാൽ ഭഗവത് സേവ കൊണ്ട് സായുജ്യമടഞ്ഞ അങ്ങയെ കണ്ട് മനസ്സ് നിറയ്ക്കാമെന്ന് ചിന്തിച്ചു. അതാണ് പ്രഭു അടിയൻ ഇങ്ങോട്ട് വന്നത്. ഞാൻ വലിയ കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല മുത്തശ്ശി. നിത്യപൂജ, മുടങ്ങാത്ത നാമജപം, മനസ്സിൽ ശുഭചിന്ത, സാധ്യമായ വ്രതാനുഷ്ഠാനങ്ങൾ, അത്രയൊക്കെ ഉള്ളൂ. അടിയനും അതൊക്കെ അനുഷ്ഠിക്കുന്നുണ്ട് മഹാത്മൻ. വ്രതശുദ്ധിയില്ലാത്ത ഒരു ദിവസം പോലുമില്ല ഇന്ന് അടിയന്റെ ജീവിതത്തിൽ. കഴിയുന്ന എല്ലാ വ്രതങ്ങളും അനുഷ്ഠിക്കുന്നുമുണ്ട്. അതിന്റെ പുണ്യം ഉണ്ടാകും. അല്ല, ആ പുണ്യം തന്നെയല്ലേ മുത്തശ്ശിയുടെ ഈ പ്രസരിപ്പിന് കാരണവും? അതേ പ്രഭു, അടിയന്റെ മനസ്സിന്റെ നന്മ, അനുഷ്ഠിക്കുന്ന വ്രതങ്ങളുടെ മേന്മ, അത് തന്നെയാണ് ഈ ജീവിതത്തിന്റെ ആധാരം. രാജകുമാരന് എല്ലാ ഭാവുകങ്ങളും നേരുന്നു. ഇങ്ങനെ കാണാൻ സാധിച്ചത് തന്നെ എൻ്റെ ജീവിത പുണ്യമായി ഞാൻ വിചാരിക്കുന്നു. ഞാനും അങ്ങനെ തന്നെ വിചാരിക്കുന്നു മുത്തശ്ശി. പ്രണാമം മഹാറാണി. പ്രണാമം. അംബാലിക മുത്തശ്ശിയോ? പ്രണാമം മുത്തശ്ശി. പ്രണാമം. 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 എന്താണ് വസന്ത? എന്തു വേണം? ഉദ്യാന വിശേഷം മഹാരാജാവിനെ ഉണർത്തിക്കേണ്ടതുണ്ട്. ഉദ്യാനത്തിൽ എന്താണ് വിശേഷം? സ്വർഗീയദാരുവിൽ വീണ്ടും പൂ വിടരാറായിരിക്കുന്നു. ഈ രാത്രിയിലോ അടുത്ത രാത്രിയിലോ വിടരുമെന്ന് തോന്നുന്നു. മഹാരാജനെ അറിയിക്കാം. അദ്ദേഹം വേണ്ടത് ചെയ്യും. ശരി മഹാറാണി. എന്നാൽ അടിയൻ അങ്ങോട്ട്. അങ്ങനെ ആവട്ടെ. മംഗളം ഭവിക്കട്ടെ. വരൂ.
ആരുമില്ലെന്ന് തോന്നുന്നു. ഉണ്ടെങ്കിൽ എന്താ, സമ്മോഹന ഗന്ധമേറ്റ് മയങ്ങിയിട്ടുണ്ടാവും. ഇല്ല, ആരുമില്ല. മയങ്ങിയെങ്കിൽ ഇവിടെ എവിടെയെങ്കിലും കിടക്കണമല്ലോ. നീ വാ, ഇന്നും നിറയെ പൂക്കളുണ്ട്, വേഗം പറിക്കാം. വാ. അരുത്! നിത്യപൂജ, മുടങ്ങാത്ത വ്രതാനുഷ്ഠാനം, ശുഭചിന്ത, മനഃശുദ്ധി, ഇതൊക്കെയാണ് ഈശ്വര സാക്ഷാത്കാരത്തിനുള്ള ലളിതമാർഗങ്ങൾ. അത്രയും കൊണ്ടുതന്നെ ഒരുവന് ഈശ്വര സാക്ഷാത്കാരവും ജീവൻ മുക്തിയും നേടാനാകും.